ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റ് റൂം. അപ്പോൾ ഇങ്ങനെയാണ് റൂം എടുക്കുന്നത്. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്നതാണ് വർക്കിംഗ് ഏരിയ, പിന്നെ 3D പ്രിൻറ്റിങ്ങും കാര്യങ്ങളും. ഇപ്പോൾ 3D പ്രിൻ്റർ കഴിഞ്ഞിട്ട് ഇപ്പുറം ഞാൻ വർക്ക് ചെയ്യുന്നൊരു ലാപ്ടോപ്പാണ്. പിന്നെ ഉള്ളത് കുറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറച്ച് സാധനങ്ങളാണ്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റുഡിയോക്ക് ഈ ഒരു ലുക്ക് പോരാന്നൊരു തോന്നൽ. അപ്പോൾ നമുക്ക് ഈ ലുക്കൊന്ന് മാറ്റിയെടുത്താലോ? ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അത് മറക്കാനായിട്ട് സൺപാക്കിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓൾറെഡി മറച്ചത് കൊണ്ട് ഈ ഭാഗം തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് മുകളിൽ നിന്ന്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ലാമ്പ് വരുന്നുണ്ട്. ഇനി ഇവിടെ വേണ്ടത് മിനിയേച്ചറുകൾ ഷോ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. സ്റ്റാൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഒരു തട്ട് പോലത്തെ ഒരു സെറ്റപ്പ്. അതിനായിട്ട് ഞാൻ കണ്ടെത്തിയത് കുറച്ച് വേസ്റ്റ് മൾട്ടിവുഡ് പീസുകളാണ്. ഇതാണ് അതിലെ മെയിൻ ബേസ്. പിന്നെ അതിലേക്ക് വേണ്ടി കുറച്ച് കഷ്ണങ്ങളുണ്ട്. പിന്നെ പേപ്പർ ഷീറ്റിൽ ഒട്ടിച്ചെടുത്ത കുറച്ച് പാർട്ടുകളുണ്ട്. അപ്പോൾ മെയിൻ ബേസിലേക്ക് ഈ പാർട്ടുകൾ ഓരോന്നായി ഒട്ടിച്ചെടുക്കാം. എല്ലാം പെട്ടെന്നായിരുന്നു. ഇങ്ങനെ ഒരു ഒട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗമ്മ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തു. ഇതാണ് അതിൻ്റെ ഒരു രൂപം. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ വേണ്ടത് ഒരു ഫോക്കസിങ് ലൈറ്റാണ്. അത് ചെറിയ മിനിയേച്ചറൊക്കെ വെക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാനും വേണ്ടി ഇവിടെ ലൈറ്റ് കൊടുക്കാം. അത് ചെയ്യാനായിട്ട് ഒരു LED വേണം. വൈറ്റ് LED ആണ് അതിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈസ്. ചെറിയൊരു പോയിന്റിലേക്ക് മാത്രമാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ബ്ലേഡ് കൊണ്ട് കുറച്ച് സ്ക്രാച്ചുകൾ ആക്കി കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് ഏകദേശം സ്പ്രെഡ് ആയിട്ടുണ്ട്. വെറുതെ ഒരു ലൈറ്റ് വെക്കുന്നതല്ല, ഒരു മിനിയേച്ചർ ഫോക്കസ് ലൈറ്റ് നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഹെഡ്സെറ്റിൻ്റെ ഈ ഒരു റബ്ബറിൻ്റെ ഈ പാർട്ടാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും തോന്നില്ലെങ്കിലും ഇത് നേരെ അമ്പലം മറിക്കുമ്പോൾ ഇത് വേറെ രൂപത്തിലായി മാറും. ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചെറിയ സൈസിലൊക്കെ ടേബിൾ ലാമ്പ് മിനിയേച്ചറുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു പുതിയൊരു ഐഡിയ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ശേഷം LED ഇതുപോലെ സെറ്റ് ചെയ്തു. പിന്നെ സ്റ്റാൻഡിൽ ലൈറ്റിനായിട്ട് വേണ്ടത് അതിൻ്റെ വയറിംഗ് ആണ്. അതും ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നുള്ളത് ഈ ഒരു പോർഷനാണ് വീഡിയോയിൽ ഫ്രെയിമിൽ കാണുന്ന ഒരു ഭാഗം. അത് ഇവിടെ നിന്ന് ക്ലിയർ ആക്കാണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഭാഗം ഈ കളറിൽ തന്നെ പോയാൽ നന്നായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ക്ലിയർ ആക്കാണ്ട്. സെയിം കളറ് ഷീറ്റ് കിട്ടിയില്ല, പകരം വൈറ്റാണ് കിട്ടിയത്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ കുറച്ച് ലൈറ്റുകൾ സെറ്റ് ചെയ്തു. അയൺമാൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റും സെറ്റ് ചെയ്തു. പേപ്പർ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഹെൽമെറ്റാണിത്. കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൈസാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളറാക്കാൻ വേണ്ടി ഈ ആസ്ട്രോനട്ട് പ്രൊജക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 തരം ലൈറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നെബുലയുടെ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു തീമും
പിന്നെ ലേസർ ബീമും. രണ്ടും ആവശ്യങ്ങൾക്കനുസരിച്ച് ഓഫ് ചെയ്യാവുന്നതും ഓൺ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂടുതൽ സജഷൻസും കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും കൂടുതൽ അപ്ഡേറ്റുകൾ ചെയ്യാനുണ്ട്. കൂടുതൽ അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.